വെൽക്കം ടു മൈ ചാനൽ ജേർണി ടു എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 1 പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. Archaeologists also look for bones of animals, birds and fish to find out what people ate in the past. Plants remains survive far more rarely if seeds of grain or pieces of wood have been burned. They survive in a ചയർഡ് ഫോം. ഓക്കെ, അപ്പം ആർക്കിയോളജിസ്റ്റ് വേറെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ബുക്സ് അതായത് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമെന്ന്. ഇതൊന്നും അല്ലാതെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ആർക്കിയോളജിസ്റ്റ് ബോൺസ്, ആനിമൽസിന്റെ ബോൺസും ബേർഡ്സിന്റെ ബോൺസും ഫിഷിന്റെയും ഒക്കെ ബോൺസും ഒക്കെ പരിശോധിക്കും. പിന്നെ പണ്ട് ആൾക്കാർ എന്തൊക്കെയാ കഴിച്ചിരുന്നത്, അവരുടെ ഫുഡ് സ്റ്റൈലൊക്കെ എന്തുവായിരുന്നു, കുക്കിംഗ് സ്റ്റൈലൊക്കെ എന്തുവായിരുന്നു എന്ന് ഒക്കെ നോക്കാനായിട്ട് ഈ ബോൺസും പിന്നെ ചില പ്ലാന്റ്സിന്റെ ഒക്കെ റിമൈൻസ് അത് കാണത്തില്ല. കാരണം പ്ലാന്റ്സ് ഒന്നും നമുക്കറിയാം പെട്ടെന്ന് അഴുകി പോകുന്നതാണ്, അത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ എങ്ങാനും ഒരു ഫോസിൽ ഫ്യൂവലോ വല്ലതും ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, സോ അതൊക്കെ ബേൺ ചെയ്ത് അതിന്റെ ചാർഡ്, അതായത് ഒരു ചാർക്കോൾ ഫോമി ഒക്കെ ചില സ്ഥലത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ആർക്കിയോളജിസ്റ്റ് പരിശോധിച്ച് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഡു യു തിങ്ക് ക്ലോത്ത് ഇസ് ഫൗണ്ട് ഫ്രീക്വന്റ്ലി ബൈ ആർക്കിയോളജിസ്റ്റ്? ഹിസ്റ്റോറിയൻസ്, ദാറ്റ് ഈസ് സ്കോളേഴ്സ് ഹു സ്റ്റഡി ദ പാസ്റ്റ്. അപ്പം ഹിസ്റ്റോറിയൻസ് എന്ന് വെച്ചാൽ സ്കോളേഴ്സ് ഹു സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ്. ഓക്കെ, സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇങ്ങനെ ബുക്കൊക്കെ എഴുതുന്ന ആൾക്കാരും ബുക്ക് ഒക്കെ വായിച്ച് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവര് സ്കോളേഴ്സും ഹിസ്റ്റോറിയൻസും ഒക്കെ. Often use the word source to refer to an information found from the manuscript, inscription ആൻഡ് ആർക്കിയോളജി. അപ്പം ഈ മാനുസ്ക്രിപ്റ്റ്സിന്നോ ഇൻസ്ക്രിപ്ഷൻസിന്നോ അല്ലെങ്കിൽ ഏതിൽ നിന്നെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷനെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെ ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ സ്കോളേഴ്സ് ഇവരൊക്കെ അതിനെ വിളിക്കുന്നത് സോഴ്സ് എന്നാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നത് സോഴ്സ് എന്നാണ്. Once source are found, learning about the past becomes an adventure as we reconstruct it bit by bit. അപ്പം ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സോഴ്സ് കിട്ടിക്കഴിയുമ്പം അവർ ആ സോഴ്സ് വെച്ച് പാസ്റ്റിനെ കണ്ടുപിടിക്കാൻ നോക്കും. അത് ഒരു അഡ്വഞ്ചർ, അതൊരു സാഹസികമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. ചെറിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ 1000 years ago നടക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ആർ ലൈക്ക് ഡിറ്റക്റ്റീവ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസിനെയും ആർക്കിയോളജിസ്റ്റിനെയും ഡിറ്റക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വൈ ഈസ് ഹിസ്റ്റോറിയൻസ് ഓർ ആർക്കിയോളജിസ്റ്റ് കോൾഡ് ഡിറ്റക്റ്റീവ്സ്? ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം അവർക്കിപ്പം ഇൻഫർമേഷനെ എന്തുവാന്ന് വിളിക്കുന്നത്? സോഴ്സ് എന്ന്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ സോഴ്സ് വെച്ച് പാസ്റ്റിനെ പഠിക്കാനായിട്ട് അവർ ശ്രമിക്കും. അതെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ഇറ്റ് ഈസ് അഡ്വഞ്ചറസ്. ഓക്കെ, അതിൽ നിന്ന് ആ ഒരു സോഴ്സിൽ നിന്ന് അവരെ റീകൺസ്ട്രക്ട് ചെയ്താണ് നമുക്ക് ഒരു പാസ്റ്റിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. വൺ പാസ്റ്റ് ഓർ മെനി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പാസ്റ്റ് ഉണ്ടോ അതോ ഒരു പാസ്റ്റേ ഉള്ളോ? ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. Did you notice the title of this book? Our past. It's plural. It's not singular. ഒരു പാസ്റ്റ് മാത്രമല്ല. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ബുക്കിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. ഒരു കാര്യത്തിൽ നിന്ന് മാത്രം നമുക്ക് പഠിച്ചു പോകാൻ പറ്റത്തില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ എടുത്ത് പഠിക്കണം, എന്നാലേ അവിടെ ഒരു പാസ്റ്റ് പഠിക്കാൻ പറ്റത്തുള്ളൂ. We have used the word past in plural to draw the attention to the fact that the past has different groups of people. അപ്പം നമ്മൾ പറഞ്ഞല്ലേ കുറെ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മനുഷ്യന് വേറൊരു പാസ്റ്റ് ആയിരിക്കും അല്ലേ, വേറൊരു മനുഷ്യന് വേറൊരു പാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനെ എടുത്താണ് ഒരു ഗ്രൂപ്പിന്റെ പാസ്റ്റ് പഠിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം.
The lives of herders or farmers were different from those kings and queens. The lives of merchants were different from those of craftspersons and so on. അപ്പം കിങ്ങിന്റെയും ക്യൂണിന്റെയും ജീവിത രീതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലെ. മെർച്ചൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ജീവിത രീതികൾ വളരെ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം ഇപ്പൊ എല്ലാ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനും ഓരോരോ കൾച്ചർ കാണും, ഓരോ റിലീജിയസ് ആയിട്ടുള്ള വേറെ രീതികളായിരിക്കും, പിന്നെ അവർ കഴിക്കുന്ന ഫുഡ് വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുണ്ട്. Also, as it is true even today, people follow different practices and customs in different parts. ഓക്കെ, ഇപ്പം ഇന്നത്തെ കാര്യം നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, ഇന്ന് എത്ര റിലീജിയൻസ് ഉണ്ട്. ഈ എല്ലാ റിലീജിയൻസിനെ ആൾക്കാരെ എടുത്താലും നമുക്ക് അവരിൽ നിന്ന് വേറൊരു ഹിസ്റ്ററി കിട്ടും അല്ലേ. അവരുടെ എല്ലാം പാസ്റ്റ് ഡിഫറെൻ്റാ. ഓക്കെ, for example, today most people living in the Andaman Islands get their own food by fishing, hunting and collecting forest produce. By contrast, most people living in cities depend on others for the supplies of food. അപ്പം ആൻഡമാൻ ഐലൻഡ് അല്ലെങ്കിൽ കുഞ്ഞു ഐലൻഡ്, ഫോറസ്റ്റ്, ട്രൈബൽസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ തന്നെത്താനെ ഫുഡ് എടുക്കുന്നതൊക്കെ. കാരണം അവർക്ക് ബീച്ചൊക്കെ കാണും. ആൻഡമാൻ ഐലൻഡ് എന്നൊക്കെ പറയുമ്പം വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ വാട്ടർ. ഓക്കെ, അപ്പം ഫ്രഷ് വാട്ടർ ഫിഷിങ് ചെയ്തിട്ട് ഫിഷ് ഉണ്ട്, പിന്നെ ഹണ്ട് ചെയ്തിട്ട് ഫോറസ്റ്റിലൊക്കെ പോയി ഹണ്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഫോറസ്റ്റ് കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സിന്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണും, അപ്പൊ അതൊക്കെ കഴിക്കാം അല്ലേ. ഡിഫറൻസസ് such as this existed in the past as well. അപ്പൊ ഇതുപോലത്തെ ഡിഫറൻസസ് പാസ്റ്റിലും ഉണ്ടായിരുന്നു. Besides, there is another kind of difference. We know a great deal about the kings and the battles they fought because they kept records of their victories. അപ്പം പണ്ടത്തെ കിങ്സിനെ കുറിച്ചും അവർ നടത്തിയ ബാറ്റിൽസിനെ കുറിച്ചും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. കാരണം അവർ ഈ ബാറ്റിൽസ് ഒക്കെ നടത്തിയിട്ട് അവരുടെ വിക്ടറീസും അവരുടെ വിജയവും തോൽവികളും എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു. ഇൻസ്ക്രിപ്ഷൻസ് അവർ കാർവ് ചെയ്ത് സ്റ്റോണിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് സബ്സ്റ്റൻസി എഴുതി വെക്കുമായിരുന്നു. Generally, ordinary people such as hunters, fishing folk, gatherers, farmers or herders did not keep records of what they did. അപ്പം കിങ്ങും അതുപോലത്തെ മെർച്ചൻസും ഈ എഴുതുന്ന ശീലമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പക്ഷേ ഈ ഫിഷിങ് നടത്തുന്ന ഗ്യാദറേഴ്സ്, ഫാമേഴ്സ് ഇവരൊന്നും അങ്ങനെ റെക്കോർഡ്സ് ഒന്നും വെച്ചിരുന്നില്ല. While archaeology helps us to find about their lives, there is much that remains unknown. ഓക്കെ, ഇപ്പോഴും നമുക്ക് അവരെക്കുറിച്ച് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ കിട്ടിയ കുറച്ച് സോഴ്സസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വെച്ച് ആർക്കിയോളജിസ്റ്റ് കാർവ് ചെയ്ത ഇൻഫർമേഷൻസ് അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. What do dates mean? If somebody asks you the date, you will probably mention the day, month and year, 2000 and something. Okay, so here this date or this year is 2020. Okay, so like that we will say the date. Okay, ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുക ഒരു ഡേറ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡേറ്റും പറയും, മന്തും പറയും, ഇയറും പറയും അല്ലേ. These years are counted from the date generally assigned to the birth of the Jesus. അപ്പം നമുക്കറിയാം AD. ഓക്കെ, നമ്മളിപ്പോൾ ജീവിക്കുന്ന വർഷം AD ആണ്. അപ്പം ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്തിന് ശേഷമുള്ള വർഷമാണ് ഇത്. ഓക്കെ, അതിന് മുമ്പുള്ള വർഷം എന്ന് പറയുന്നത് BC ആയിരുന്നു. ദാറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ്. സോ 2000 മീൻസ്, അപ്പം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 2020 മീൻസ് 2020 ഇയേഴ്സ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന വർഷം ഒരു ഹിസ്റ്റോറിക്കൽ ബേസിൽ പറയുവാണെങ്കിൽ എങ്ങനെയാ, ക്രൈസ്റ്റ് ജനിച്ച് 2020 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പം നമ്മുടെ ഈ വർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, all dates before the birth of Christ are counted backwards and usually have the letters BC. Okay, ഈ ക്രൈസ്റ്റിന് മുമ്പുള്ള വർഷങ്ങളെല്ലാം ബാക്ക്വേർഡ് ആയിട്ടാണ് എണ്ണുന്നത്. ഓക്കെ, അത് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെ, BC. In this book we will refer to dates going back from the present using 2000 as our starting point. Okay, letters with dates. BC we have seen stands for before Christ. Okay, BC എന്ന് പറഞ്ഞാൽ before Christ. AD എന്ന് പറഞ്ഞാൽ anno domini.
meaning the year in the year of the Lord or the Christ. So 2012 can also be written as AD 2012. അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് എങ്ങനെ എഴുതാം? AD 2020 എന്നും എഴുതാം. Sometimes CE is used instead of AD. Okay, so why is it? And BCE instead of BC. Okay, CE എന്ന് പറയുന്നത് എന്തുവാ? കോമൺ ഇറ. ബി സിക്ക് പകരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റിന് പകരം ഉപയോഗിക്കുന്നതാണ് ബിഫോർ കോമൺ ഇറ. ഓക്കെ, we use these terms because the Christian era is now used in the most of the countries of the world. In India, we began using this form of dating before about 200 years ago, and sometimes the letters BP meaning before present. Okay, so BC, BCE അല്ലെങ്കിൽ BP. Okay, ഇങ്ങനെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. Elsewhere, we have seen the inscriptions are inscribed on hard surfaces. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഹാർഡ് സർഫസസിൽ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, മെനി ഓഫ് ദിസ് വെർ ഇൻസ്ക്രൈബ്ഡ് several hundreds of years ago. All inscriptions contain both scripts and languages. Languages which were used as well as scripts have changed over time. So how do the scholars understand what was inscribed? അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, എന്നാലും ആരെങ്കിലും ഇത് ആലോചിച്ചിരുന്നോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻസ്ക്രൈബ് ചെയ്യുന്ന എന്തുവാ, ഒരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ്, അവർക്കൊരു സ്ക്രിപ്റ്റ് കാണും അല്ലേ. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ ഈ 100,000 വർഷങ്ങൾക്ക് ശേഷം പഠിക്കുന്നൊരു സ്ക്രിപ്റ്റ് അത് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അല്ലേ. അപ്പം ഈ ആസ്ട്രോളജേഴ്സും ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് പഠിക്കുന്നത്? ഈ സ്ക്രിപ്റ്റ് ഒക്കെ അവർക്ക് വായിച്ചാൽ എങ്ങനെയായിരിക്കും മനസ്സിലാവുന്നത്? എങ്ങനെയായിരിക്കും അവർ പഠിക്കുന്നത് ആ സ്ക്രിപ്റ്റ് ഒക്കെ? ദിസ് ക്യാൻ ബി ഡൺ ത്രൂ എ പ്രോസസ് കോൾഡ് ഡിസ്ഫെർമെന്റ്. ഓക്കെ, ഇതാണ് ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേര്. കാരണം ഈ ഇങ്ങനത്തെ സ്ക്രിപ്റ്റും ഒക്കെ വായിക്കാൻ പഠിക്കുന്ന ഒരു പ്രോസസ് വിളിക്കുന്ന പേരാണ് ഡെസിഫെർമെന്റ്. ഓക്കെ, ഇവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. പിക്ക് എന്തോ ഒരു സ്ക്വയർ, ടിക്ക് ഒരു കോമ്പസിൻ്റെ ഒരു സെമി സർക്കിൾ അല്ലേ. Okay, one of the most famous stories of disfigurement comes from the Egypt, a country in North Africa, where there were kings and queens about 5,000 years ago. Rosetta is a town on the north coast of Egypt, and here an inscribed stone was found. Rosetta എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ നോർത്ത് കോസ്റ്റിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു സ്റ്റോണ് ഇൻസ്ക്രൈബ് ചെയ്തൊരു സ്റ്റോൺ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് കണ്ടെയ്ൻഡ് ഇൻസ്ക്രിപ്ഷൻ ഇൻ 3 different languages and scripts. ഓക്കെ, 2 ഈജിപ്ഷ്യൻ ലാംഗ്വേജസിലും ഒരു ഗ്രീക്ക് ഭാഷയിലുമായിരുന്നു ഈ സ്റ്റോണിൻ്റെ അകത്ത് കണ്ട ഇൻസ്ക്രിപ്ഷൻ. 3 ലാംഗ്വേജ് ഉണ്ടായിരുന്നു അവിടെ. സ്കോളേഴ്സ് who could read Greek figures out that the names of the kings and queens were enclosed in the little frame called a cartouche. They then placed the Greek and the Egyptian signs side by side and identified the sounds of where the Egyptian letters stood. As you can see, a lion stood for L, a bird for A. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.